നമ്മൾ ഉണ്ടാക്കാൻ പോണത് അവിയലാണ്. അതിന് എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ചേനയും കായയും മാത്രം വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ കറുത്തു പോകും ചേന. ഇത് ഇരിക്കട്ടെ, വെള്ളത്തോടു കൂടെ നല്ല വെള്ളമാണ്. ഇനി ക്യാരറ്റ്, മുരിങ്ങക്കായ, ബീൻസ്, കൊത്തമര, എല്ലാം കുറച്ച് മതി. കുമ്പളങ്ങ ഒന്ന് തിളച്ചിട്ട് കുമ്പളങ്ങ ഇടാം. ഒന്ന് തിളച്ചിട്ടിടാം അല്ലേ? കുമ്പളങ്ങ വേഗം വേവണതായതുകൊണ്ട് ഒന്ന് തിളച്ചിട്ടിടാം. അടുപ്പത്ത് വെച്ചു. അതിൽ നമ്മൾ കായയും കുമ്പളങ്ങയും മാത്രം ഇട്ടിട്ടില്ല. ഒന്ന് തിളച്ചിട്ടിടാം. അത് കുറച്ചൊന്ന് തിളച്ചിട്ട് ഇടാം. ഉപ്പ് പാകത്തിന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിന് വേണ്ട സാധനങ്ങൾ: തേങ്ങ ഒരു 2 പിടി, പച്ചമുളക് 1 സ്പൂണ് ജീരകം, 1 ടീസ്പൂൺ അല്ലേ? ടീസ്പൂൺ. അപ്പോൾ 2 പിടി തേങ്ങ, 2 ചെറിയ കപ്പ് തേങ്ങ, ഒരു 6-7 പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം. ഇത് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെയാണോ ചേച്ചി? വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. കുറച്ചൊന്ന് തിളച്ചപ്പോൾ ഇനി കുമ്പളങ്ങ ഇടാം. ഇത് നമ്മുടെ നാടൻ കായാണെങ്കിൽ വേഗം ഇടണം. അല്ല നമ്മൾ നേന്ത്രക്കായ. ഇതെന്ത് കായാണത്? ഇത് പൊന്തൻകായ്. ബജിക്കൊക്കെ എടുക്കുന്ന കായ്. ബജിക്ക് എടുക്കുന്ന കായ്. ഓക്കെ. ഇതങ്ങനെ ഒന്ന് തിളക്കട്ടെ. വേറെ ഒന്നും ഇട്ടിട്ടില്ല, ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരക്കണം അല്ലേ? നന്നായി അരയരുത്, ഒരുവിധം അരിഞ്ഞാൽ മതി. അതെ, കൂടുതൽ അരിയാൻ പറ്റില്ല. വെള്ളം ഒഴിക്കാണ്ട് അരക്കണം. പിന്നെ പുളിക്ക് വേണ്ടി തൈര് 1 കപ്പ്. വേണമെങ്കിൽ കൂടുതൽ പുളി വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം. ഇതിപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ പാലക്കാടൻ സ്റ്റൈല് അവിയലാണ് ഉണ്ടാക്കുന്നത്. ചിലവര് ലേശം മഞ്ഞപ്പൊടി ഇടും, നമ്മൾ ഇട്ടിട്ടില്ല. കഷ്ണങ്ങളൊന്നും കൂടുതൽ ഉടഞ്ഞു പോകരുത്. അവിയലിനെ എങ്ങനെയാണ് മുറിക്കണമെന്ന് എല്ലാവർക്കും അറിയാലോ. ഇങ്ങനെ നീളത്തിലാണ് അവിയലിനെ അരിയേണ്ടത്, അവിയലിന് മുറിക്കേണ്ടത്. ഇതിൽ കുമ്പളങ്ങ മാത്രമാണ് നമ്മൾ കുറച്ചൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇടുന്നത് അല്ലേ? കുമ്പളങ്ങയും കായ നമ്മൾ നാടൻ നേന്ത്രക്കായ ആണെങ്കിൽ ആദ്യമേ ഇടണം. വേഗം വേവണ കായാണെങ്കിൽ അത് കുമ്പളങ്ങയുടെ ഒപ്പം ഇടണം. വെന്തു അല്ലേ? ഇനിയിപ്പോ എല്ലാം ആയി വരുമ്പോ കറക്റ്റ് വേവാവും. നമുക്ക് തേങ്ങ ഇടാം. തേങ്ങ അരച്ചു വെച്ചത്. കഷ്ണം വെന്ത് കഴിഞ്ഞിട്ടാണ് അല്ലേ ഇത് ഇടുന്നത്? കഷ്ണം വെന്ത് കഴിഞ്ഞിട്ട് തേങ്ങ അരച്ചത് ചേർക്കുക. എന്നിട്ട് തൈര് ഒഴിക്കുക. തേങ്ങ ഇങ്ങനെ കിടക്കണം, ഭയങ്കര പേസ്റ്റ് പോലെ അരയരുത്, ഒന്ന് ചതച്ചെടുക്കണം പോലെ. ഇനി തൈര് ഒഴിക്കുക. തൈര് ഒഴിക്കുക. കറുവേപ്പില, വേപ്പില, ഒരു നുള്ള് പഞ്ചസാര. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടു, വേപ്പില ഇട്ടു. ഇനി വെളിച്ചെണ്ണ ഇട്ട്. കുറച്ച് വെളിച്ചെണ്ണ. ഇപ്പോഴാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണുള്ളൂ അല്ലേ ചേച്ചി? ലാസ്റ്റ് ഒഴിക്കുള്ളൂ. ഇനി ഇറക്കാം. ഇനി ഇറക്കി വെക്കുകയാണ്. അവിയൽ റെഡിയായി. പുളി വേണം അല്ലേ? കുറച്ച് പുളി വേണം അല്ലേ? ഇത്തിരി തൈര് ഒഴിക്കാം. എന്നിട്ട് ആക്കാം.
നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് പുളി പോരാ അല്ലേ? കുറച്ച് പുളി. അപ്പോൾ കുറച്ച് തൈര്. അപ്പോൾ കുറച്ച് പുളി പോരാൻ തോന്നിയപ്പോൾ നമ്മൾ തൈര് ഒഴിച്ചു. ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓക്കെ ആയി. ഇപ്പോൾ പുളിയൊക്കെ പാകത്തിനായി. ചുടുവോ? അവിയൽ റെഡിയായി. അപ്പോൾ ഇതാണ് നമ്മളുടെ അവിയൽ. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ അല്ലേ ചേച്ചി? അതൊക്കെ കട്ട് ചെയ്താൽ പിന്നെ വേഗം ഉണ്ടാക്കാം അവിയൽ. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. പാലക്കാടൻ സ്റ്റൈൽ അവിയൽ.